ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏതെങ്കിലും രൂപത്തിൽ അല്ലെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പ്രയാസത്തിൽ മനസ്സിന് മുറിവേറ്റ് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ അമ്മ ആ മകൻ്റെയോ ആ മകളുടെ സമീപത്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക. നീ മുറിവേറ്റ് ഈ മുറിയിലിരുന്ന് കരയുന്നത് ഈ അമ്മയ്ക്ക് കണ്ടു നിൽക്കാനാവില്ല. നീ മുറിയുമ്പോൾ നിന്നോടൊപ്പം ഇന്ന് ഞാനും മുറിയുന്നുണ്ട്. നിന്റെ സങ്കടം എൻ്റെ സങ്കടമാണെന്ന് പ്രിയ കുഞ്ഞെ നീ അറിയുന്നില്ലേ? നിന്നെ മുറിവേൽപ്പിച്ചവരും നിന്നെ വേദനിപ്പിച്ചവരും നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ ഈ മാതൃഹൃദയം എന്തുമാത്രം വേദനിക്കുണ്ടെന്ന് അറിയാവോ? നിന്റെ സകല മുറിവുകളും ഉണക്കാൻ എൻ്റെ മകന് നസ്രയനായ ഈശോയ്ക്ക് കഴിവുണ്ടെന്ന് നീ തിരിച്ചറിയണം. അവൻ മുറിവേറ്റതെല്ലാം നിന്റെ മുറിവ് ഉണക്കാനാണ്. അവൻ കാൽവരിയിൽ ചോര ചിന്തിയതും പിടഞ്ഞു മരിച്ചതും നിന്റെ മുറിവിൽ മുത്തമിടാനാണ്. പ്രിയ കുഞ്ഞെ, നീ മുറിവിൽ നീ വേദനയോട് നീറിപ്പോയേണ്ട ആവശ്യമില്ല. നല്ല സമ്പ്രായനെ പോലെ എൻ്റെ മകൻ നിന്റെ മുറിവുകൾ വെച്ച് കെട്ടും. സ്വർഗമാകുന്ന സത്രത്തിലും നിന്നെ ചേർത്ത് നിർത്തും. നിന്റെ മുറിവുകളിൽ അവൻ്റെ വചനം തേന്മഴ പോലെ പെയ്യട്ടെ. ഈശോ എന്ന് പറയുന്നത് നിന്റെ മുറിവ് ഉണക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വന്നവനാണ്. അവൻ അയറ്റ ഓരോ മുറിവുകളും നമ്മുടെ മുറിവുകളെ ഉണക്കുവാനുള്ളതാണ്. അവൻ്റെ മുറിവിനാലാണ് നാം എല്ലാം സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1 പത്രോസ് 2:24 പറഞ്ഞു തരുന്നില്ലേ? അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. യെരമ്യ 30:17 പറഞ്ഞു തരുന്നു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും തൻ്റെ പ്രകരം കൊണ്ട് ഉണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യും. യെശയ്യാ 30:26 പറഞ്ഞു തരുന്നു. ശിവസ്നേഹം നിറഞ്ഞവരെ, ഈ നോയമ്പിൻ്റെയൊക്കെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഏറ്റ സകല മുറിവുകളെയും ഒന്ന് മനസ്സിൽ നിന്ന് ധ്യാനിക്കാം. നമ്മുടെ മുറിവുകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ ഈശോയിലേക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ മുറിവുകളൊക്കെ സാധാരണമാകും, പ്രയാസങ്ങളൊക്കെ സാധാരണമാകും. അപ്പോൾ തമ്പുരാൻ നമ്മുടെ എല്ലാ മുറിവുകളും ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് വിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.